ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പ്രൊമിയാണ്. ഇത്തവണ എൻ്റെ ഒരു കുട്ടി കിച്ചൺ ടൂറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. അങ്ങനെ ഈ ഒരു കിച്ചൺ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് എൻ്റെ സ്റ്റോറീസിലൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നല്ലതായി തോന്നിയ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളൊന്നും ഞാൻ തുറന്ന് കാണിച്ച് തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വലിയ സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ ഈ കിച്ചൺ എങ്ങനെയാണ് എടുത്തത്, സെലക്ട് ചെയ്തത്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ഒരു ചായ ഉണ്ടാക്കാം നമുക്ക്. ഈ ഫ്ലാറ്റ് ഞങ്ങളൊരു ഏപ്രിൽ മാസമാണ് കാണുന്നത്, അതായത് 2010 മോൻ ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് വന്ന് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ താമസിക്കുന്ന ആൾ അങ്ങനെ വലിയ കിച്ചണൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആളുടെ സാധനങ്ങളൊക്കെ വെച്ച് തട്ടിമുട്ടിയുള്ളൊരു ഇതായിരുന്നു. പോരാത്തതിന് ആൾ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആൾ പോവാണല്ലോ. അപ്പോൾ ഇത് വന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ ഒരു ടെൻഷനായി, ഇതെങ്ങനെ ശരിയാക്കും എന്നുള്ളത്. കാരണം കുട്ടി ടൈൽസ് ആയിരുന്നു നിലത്തൊക്കെ, ഫ്ലോറിലൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു. ചുമരിൽ ഉണ്ടായിരുന്നു ടൈൽസൊക്കെ. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ഒരു കിച്ചൺ കാണുമ്പോൾ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ജൂലൈ ആയപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലാറ്റ് കിട്ടി. തീർച്ചയായിട്ടും ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഒരു നല്ല കിച്ചൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വർക്ക് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ആദ്യം ഞങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ആദ്യം ബുക്ക് ചെയ്ത സാധനം കിച്ചൺ തന്നെയായിരുന്നു. ഇവിടെ ഞാൻ കിച്ചണ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ബ്രാൻഡ് HYGENA എന്ന് പറയുന്നവരാണ്. അവർ ബാത്റൂം അതുപോലെ തന്നെ കിച്ചണും വളരെ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരാണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് 50% ഡിസ്കൗണ്ട് കിട്ടി. കാരണം സെയിൽ സമയത്താണ് ഞാൻ അവരുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു കിച്ചണിൽ എനിക്ക് എടുത്തു പറയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഒരെണ്ണം ഈ ഒരു ഡ്രോവറാണ്. ഇതൊരു വലിയൊരു ഡ്രോവറാണ്. അത് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്പേസും വേണ്ട, എന്നാൽ അത്യാവശ്യം സാധനങ്ങൾ കയറുകയും ചെയ്യും. കണ്ടില്ലേ, ഞാനിവിടെ മിക്ക ഐറ്റംസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ പോട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കിച്ചൺ വാങ്ങിയപ്പോൾ ഞങ്ങൾ ഇവരിൽ നിന്ന് തന്നെയാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത്. ഫ്രിഡ്ജ്, ഓവൻ, ഡിഷ് വാഷർ, മൈക്രോവേവ് എല്ലാം ഒറ്റയടിക്കാണ് വാങ്ങിച്ചത്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാമായിരുന്നു, പക്ഷേ അത് കുറച്ചും കൂടി തലവേദനയാണ്. കാരണം പിന്നെ അതിൻ്റെ സൈസ് നമ്മളുടെ ഈ ഒരു കിച്ചണിലോട്ട് കയറണം, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയാണ്. അതേസമയം ഇവർക്ക് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് അറിയാം ഏത് ടൈപ്പ് വേണം, എത്ര നീളത്തിൽ വേണം, വലുപ്പത്തിൽ വേണം, അങ്ങനെയെല്ലാം ഇവർക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കബേഡിൽ, അവർ തരുന്ന കബേഡിൽ തന്നെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടില്ല, ഇങ്ങനെ ഒരു ഫിക്സിംഗ് ഉണ്ട്. അപ്പോൾ മേലെ ഫ്രിഡ്ജ് ആണെങ്കിൽ താഴെ നമ്മൾ തുറക്കുകയാണെങ്കിൽ ഫ്രീസറാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുക്കിംഗ് ഏരിയയുടെ ഒരു സൈഡ് മൊത്തം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡ്രോവർ ആയിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയുണ്ടെങ്കിൽ അത് ഈ ഒരു ഡ്രോവർ തന്നെയാണ്, സ്പൈസസ് ഏരിയ. അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലോട്ടും പോയിക്കോളും കാര്യം കഴിഞ്ഞാൽ. ബാക്കിയുള്ള ഡ്രോവറിൽ, ആദ്യത്തെ ഡ്രോവറിൽ ഇതുപോലെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പൂണൊക്കെ വെക്കാമെന്നല്ല, ഇതെല്ലാം അവർ തന്നെ സെറ്റ് ചെയ്താണ്. ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സാധനങ്ങൾ വരെ അവർ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഐറ്റംസ് അതിൽ വെച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള 2 ഡ്രോവർസും ഞാൻ അത്യാവശ്യം പെട്ടെന്ന് എടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്.
ഈ ഒരു ചെറിയ സ്പേസിൽ മാക്സിമം കോർണർ വരെ യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അതായത് ഇത്തരം സാധനങ്ങൾ നമുക്ക് ഉള്ളിലോട്ട് ആക്കാം, അതുപോലെ തന്നെ പുറത്തോട്ടും വലിച്ചെടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുമ്പിട്ട് നമ്മളൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് 4 എണ്ണം ഉണ്ട്, മേലെയും താഴെയും, അതുപോലെ തന്നെ 2 സൈഡിലും നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ സാധനങ്ങളും നമ്മളുടെ അടുത്തോട്ട് തന്നെ വരും, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി. ആ ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ മിസ്സാവാതിരിക്കാൻ, ഒരുപാട് ഏരിയ മിസ്സാവാതിരിക്കാൻ നമ്മൾ മൈക്രോവേവ് കുറച്ച് മേലെയാണ് വെച്ചിട്ടുള്ളത്. എങ്കിൽ പോലും എനിക്ക് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അളവിലാണ് അവർ വെച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ള ഈ ഒരു സംഭവത്തെ കുറിച്ചാണ്, ഈ ഒരു കുക്കിംഗ് റേഞ്ചിനെ കുറിച്ചാണ്. ഇത് എനിക്ക് €1 കണ്ടിട്ട് കിട്ടിയത്. ഇതിന്റെ കഥ എന്ന് വെച്ചാൽ, എനിക്കിത് കണ്ടപ്പോൾ 3 എണ്ണം ഭയങ്കര ഇഷ്ടമായി. കാരണം 4 എണ്ണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. 3 എണ്ണം വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതില്ല, സ്റ്റോക്ക് ഇല്ല, വേണമെങ്കിൽ അവരിത് തരാം, അതായത് എക്സ്പോയിൽ വെച്ചത് തരാം. കാരണം ഒരു പോറൽ വന്നിട്ടുണ്ട്, ആ ഒരു പോറൽ വന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് €1 തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എനിക്കിത് €1 കിട്ടിയത്. അതുപോലെ തന്നെ ഡിഷ് വാഷർ വെക്കാന്ന് വെച്ചാൽ, ഒരു ചെറിയ ഡിഷ് വാഷർ വെക്കാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഡിഷ് വാഷർ വേണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഉമ്മയാണ് പറഞ്ഞത് പിന്നീട് മോളൊരു ഒരെണ്ണം നല്ലതായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു 6 പ്ലേറ്റിന്റെ കണക്കാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ 6 പ്ലേറ്റ് അങ്ങനെ 12 അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊരു ചെറുതാണ്, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഡിഷ് വാഷറാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ മാത്രം ഞങ്ങൾ അത് എടുക്കാറുള്ളൂ. ഇവിടെ കിച്ചൻ്റെ കളറും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു. എസ്പെഷ്യലി നമ്മളുടെ മഞ്ഞൾ ഒരു വലിയ ശത്രുവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡാർക്ക് കളറിലോട്ടാണ് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു കിച്ചന് നല്ല വെളിച്ചമാണ്, രാവിലെ തൊട്ട് രാത്രി വരെ. ബൈ ദ വേ, ഞാൻ ഈ ഒരു വ്ളോഗ് തന്നെ ചെയ്തത് 2 സമയമായിട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു വെളിച്ചം കാണാൻ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്താണ് ഞാൻ എടുത്ത് എന്ന് അറിയാനുള്ള യാതൊരു ചാൻസ് ഇല്ല എന്നുള്ളത്. അത്രയും വെളിച്ചമാണ്. അപ്പോൾ ഇവിടെ ഞാനപ്പോൾ ഒരു ഡാർക്ക് കളറിലോട്ട് പോയി. കാരണം എന്തായാലും വോൾ ഞാൻ മൊത്തത്തിൽ വൈറ്റ് അടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. നല്ല വെളിച്ചമാണ്, കർട്ടൻ ഇടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഇട്ടാലും നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാകില്ല. ഈ ഒരു കിച്ചൺ ഇന്ന് വരെ കണ്ടവരൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കളർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ടൈൽസ് യൂസ് ചെയ്തിട്ടില്ല ചുമരിൽ. പകരം ഒരു ചില്ലിൻ്റെ എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ടൈൽസ് ഉള്ളതിനേക്കാളും വളരെ ഈസിയാണ്. ഇതാകുമ്പോൾ നമുക്കൊരു സോപ്പിട്ട് തേച്ച് കഴുകാനല്ല തുടക്കാനാണെങ്കിലും പറ്റും. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പേര് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും. ജസ്റ്റ് ഞങ്ങൾ തന്നെയാണ് പോയി ഇതിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്യിപ്പിച്ച് ഒട്ടിപ്പിച്ചതൊക്കെ. കാരണം ഇത് ഒട്ടിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും ഈസി എന്ന് വേണമെങ്കിൽ പറയാം. ചൂടിൻ്റെ അടുത്തൊന്നും നിന്നാലൊന്നും ഒരുപാട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ അത്യാവശ്യം കെയർ ചെയ്തിട്ടാണ് കേട്ടോ, ആ ഒരു സൈഡൊക്കെ വളരെ കെയർ ചെയ്തിട്ടാണ് കുക്കിംഗ് വരെയും ചെയ്യുന്നത്. കാരണം അത്യാവശ്യം ഞാൻ ആ 2 ബോർഡൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് അതിലോട്ട് ഒരു ചൂട് ഏൽക്കാതിരിക്കാനൊക്കെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ക്ലീനിങ് കാര്യം വളരെ ഈസിയാണ്. ഈ കാണിക്കുന്ന കോർണർ എന്ന് പറഞ്ഞാൽ എൻ്റെ വേസ്റ്റ് ഇടുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാനിവിടെ അതിനു വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു കവർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കവറിലിട്ട് അത് ഫുള്ളായി കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോയി നമുക്ക് വേസ്റ്റ് കളയാവുന്നതാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളപ്പോൾ നല്ലതാണ്. ഇതിന് അതിൻ്റെതായ പ്ലസും മൈനസും പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമുക്ക് വീട്ടിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൈസിലോട്ട് കിടക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ €15,000. അതായത് ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ തന്നെ വന്ന് സെറ്റ് ചെയ്യുന്നതിനെല്ലാം കൂടി €15,000 ആയിരുന്നു. പക്ഷെ ആ സമയത്ത് സെയിൽ നടക്കായിരുന്നു. അതായത്
-50% ആയിരുന്നു. പ്ലസ് കുറച്ച് വേലപ്പേശലൊക്കെ കഴിഞ്ഞപ്പോൾ 6550 അപ്പോഴും എക്സ്പെൻസീവ് തന്നെയാണ് മറ്റു പലതും നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഞാൻ 10 മാസമായിട്ടാണ് പേ ചെയ്തത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. കാരണം നാളെ ഈ ഒരു ഫ്ലാറ്റ് ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ കൂടി പ്രൈസ് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് വന്നാലും ഈ ഒരു ഫ്ലാറ്റ് വിൽക്കാം. എന്നെ സംബന്ധിച്ച് ഒരു വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മളുടെ കിച്ചൺ. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ വെക്കുന്ന ഒരു ഐറ്റംസിനും അതിൻ്റെതായ വിലയും അല്ലെങ്കിൽ അതിൻ്റെതായ രസവും നമ്മൾക്കുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പോൾ കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനാണ് അതിലോട്ട് കയറുമ്പോഴും അതിൽ നിന്ന് ഇറങ്ങുമ്പോഴും. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് എനിക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഈ ഒരു മുറിയിലോട്ട് എനിക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം. അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.